ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഏറ്റവും കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവശാസ്ത്രത്തിലെ വിവിധ വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പട്രോളജി എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രം അഥവാ പട്രോളജി എന്ന് പറയുന്ന വിഷയം. ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത് വിശുദ്ധ ബൈബിളിലാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധ ബൈബിൾ കഴിഞ്ഞാൽ ദൈവശാസ്ത്രം പ്രതിപാദിക്കുമ്പോൾ ഈ സഭാപിതാക്കന്മാർ പഠിപ്പിച്ച ദൈവശാസ്ത്ര വിഷയങ്ങൾ, പട്രോളജിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടല്ലെങ്കിൽ അവയിൽ അടിസ്ഥാനമിടാതെ ഒരു ദൈവശാസ്ത്രം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല. ഈ ദൈവശാസ്ത്ര പഠന പരിപാടിയുടെ ഭാഗമെന്ന നിലയിൽ സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ പൊതുവായി സഭാപിതാക്കന്മാർ ആരായിരുന്നു എന്നും അതോടൊപ്പം അപ്പസ്തോലിക പിതാക്കന്മാരെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർ, അതിൽ നിന്നും ഒന്നുകൂടി വ്യത്യസ്തമായി ഗ്രീക്ക് സഭാപിതാക്കന്മാരെയും ലത്തീൻ സഭാപിതാക്കന്മാരെയും പൗരസ്ത്യ സഭാപിതാക്കന്മാരല്ലെങ്കിൽ സുറിയാനി സഭാപിതാക്കന്മാരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ഈ പിതാക്കന്മാരുടെ വിവിധങ്ങളായ ആശയങ്ങൾ അവർ ആദിമ നൂറ്റാണ്ടുകളിൽ പറഞ്ഞു വെച്ച, പഠിപ്പിച്ച, അവരുടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയ, അവർ രൂപം കൊടുത്ത ആ ദൈവശാസ്ത്ര വിഷയങ്ങൾ ഇന്നും സഭയിൽ ഈ ആധുനിക നൂറ്റാണ്ടിൽ 2000 വർഷങ്ങൾക്ക് ശേഷവും വളരെ പ്രായോഗികമായി, കാര്യമാത്ര പ്രസക്തമായി, വളരെ ജീവനുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളായി നമ്മളോടൊപ്പമുണ്ട്. അത് പഠിക്കേണ്ടതല്ലെങ്കിൽ അതിൻ്റെ വിവിധ അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒരു ദൈവശാസ്ത്ര വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിലെ വിവിധ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുകയാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക, ഈ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരെന്ന പേര് വരാനുള്ള കാരണം അവർ സഭയുടെ ഗുരുക്കന്മാർ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളിൽ എല്ലാവരെയും പിതാക്കന്മാരെന്ന് വിളിക്കുവാനായിട്ട് പാടില്ല, നിങ്ങൾ സഹോദരങ്ങളായിട്ട് ജീവിക്കണം. പക്ഷേ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ വളരെയില്ല. ഉണ്ടായിരിക്കാം, പക്ഷേ സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്ന് പൗലോസ് എടുത്തു പറയുകയാണ്. പൗലോസ് ഒരു സഭാപിതാവായി അല്ലെങ്കിൽ കൊരിന്തോസ് ജനതയുടെ പിതാവായി തന്നെ അവതരിപ്പിക്കുകയാണ്. ഈശോ നമുക്കറിയാം പിതാവാണ് അല്ലെങ്കിൽ ഗുരുവാണ്. അതോടൊപ്പം അപ്പസ്തോലന്മാരെ ഗുരുക്കന്മാരായിട്ട് കരുതിയിരുന്നു. ഗുരുക്കന്മാരായിട്ട് അവരെ കരുതാനുള്ള കാരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഗുരുക്കന്മാരെ പിതാക്കന്മാരായിട്ട് കരുതിയിരുന്നു. അതിനുള്ള കാരണം അവർ മറ്റുള്ളവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നു. പഠിപ്പിക്കുന്നവരെന്ന നിലയിൽ, ഗുരുക്കന്മാരെന്ന നിലയിലാണ് അവരെ അങ്ങനെ വിളിക്കുക. പഠിപ്പിക്കുക എന്നുള്ളത് മെത്രാന്മാരുടെ പ്രധാനപ്പെട്ട കടമയായിട്ട് ആദിമസഭയുടെ കാലഘട്ടം മുതൽ കരുതിപ്പോന്നിരുന്നു. ഇന്ന് നമുക്കറിയാം സഭയിൽ ഔദ്യോഗികമായി, ആധികാരികമായി കാര്യങ്ങൾ പഠിപ്പിക്കുവാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് മെത്രാന്മാർക്കാണ്. വിവിധ വിഷയങ്ങൾ അല്ലെങ്കിൽ ദൈവജനത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭാപഠനങ്ങളുടെയും ദൈവശാസ്ത്രത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ എല്ലാം പഠിപ്പിക്കുവാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് മെത്രാന്മാർക്ക്. വൈദികരാണ് പഠനം നടത്തുന്നത് എങ്കിലും അത് മെത്രാൻ നൽകുന്ന അധികാരം സ്വീകരിച്ചുകൊണ്ടാണ് വൈദികർ ഈ പഠനത്തിൽ അല്ലെങ്കിൽ സഭയിലെ ഡീക്കന്മാർ ഈ പഠനത്തിൽ പങ്കാളികളാകുന്നത്.
അപ്പോൾ മെത്രാന്മാരെ പിതാവ് എന്ന് വിളിക്കുന്ന ആ രീതി പ്രാചീന സഭയിൽ തന്നെ ആരംഭിച്ചത്. ഇന്നും നമുക്കറിയാം, നമ്മൾ പിതാക്കന്മാരെന്ന് മെത്രാന്മാരെ വിളിക്കാറുണ്ട്. കേരള സഭയിൽ, നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ മെത്രാന്മാരെ പിതാവ് എന്നാണ് പറയുക. ആ വാക്ക് വരാനുള്ള കാരണം ആദിമസഭയിൽ തന്നെ ആരംഭിച്ചതാണ്. ഇവരെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ പഠനം നടത്തിയിരുന്നത് ഔദ്യോഗികമായ പഠനം നടത്തുന്ന ആളുകൾ എന്ന നിലയിൽ തന്നെയാണ്. അതോടൊപ്പം പിൽക്കാലത്ത് ക്രൈസ്തവ സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിന് ഒരതിരുകൂടി കുറിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. AD 604 അല്ലെങ്കിൽ 636 എന്ന് പറയുന്ന പാശ്ചാത്യ സഭയിൽ അങ്ങനെയൊരു കണക്ക് പറയുമ്പോൾ 7-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ പൗരസ്ത്യ സഭയിൽ അത് 8-ാം നൂറ്റാണ്ടോടെ ഈ സഭാപിതാക്കന്മാരുടെ കാലഘട്ടം അവസാനിക്കുകയാണ്. അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചവർ 7-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ സഭയിലും 8-ാം നൂറ്റാണ്ട് വരെ പൗരസ്ത്യ സഭയിലും ജീവിച്ച ആളുകളെയാണ് സഭാപിതാക്കന്മാരെന്ന് വിളിക്കുക. ഒരാളൊരു സഭാപിതാവായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ 3-4 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, സഭാപിതാക്കന്മാർ രക്ഷാ സന്ദേശം അവികലമായും പൂർണ്ണമായും ഗ്രഹിച്ചവരായിരിക്കണം. യേശുവിലൂടെ ഈ ലോകത്തിലേക്ക് നൽകപ്പെട്ട ആ രക്ഷയുടെ സന്ദേശം അത് പൂർണ്ണമായി മനസ്സിലാക്കിയവർ, ഗ്രഹിച്ചവർ, ജീവിതത്തിലത് പ്രാവർത്തികമാക്കുന്നവരല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടത് തീരണം. അതോടൊപ്പം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിരിക്കണം. ഈ രക്ഷാ സന്ദേശമാണ് നമുക്കറിയാം സഭയുടെ അടിസ്ഥാനം. അല്ലെങ്കിൽ സഭയിൽ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ രക്ഷയുടെ സന്ദേശം ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് സഭാപിതാക്കന്മാർ ഉൾക്കൊണ്ടവരായിരിക്കണം. അവരുടെ സന്ദേശത്തിൽ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതവർ ഉൾക്കൊള്ളുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരാകണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് പറയുക ജീവിത വിശുദ്ധിയാണ്. സഭാപിതാക്കന്മാരെല്ലാവരും ജീവിത വിശുദ്ധി ഉള്ളവരായിരിക്കണം. നക്ഷത്രങ്ങളെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവയ്ക്ക് പല വിധത്തിലുള്ള ശോഭയാണ്. വലുതും ചെറുതുമുണ്ട്, ശോഭ കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ഇതുപോലെ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം ശോഭയുണ്ട്. ഇതുപോലെ സഭാപിതാക്കന്മാർ വിശുദ്ധി കൊണ്ട് ശോഭയുള്ളവരായിരിക്കണം. അതിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടായിരിക്കാം, കയറ്റിറക്കമുണ്ടായിരിക്കാം, എന്നാലും വിശുദ്ധി ഉള്ളവരായിരിക്കണം എന്നുള്ളത് ജീവിത വിശുദ്ധി സഭാപിതാക്കന്മാരുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് സഭ പഠിപ്പിക്കുകയാണ്. വീണ്ടും മൂന്നാമത് പറയുക സഭയുടെ അംഗീകാരമുള്ളവരെ സഭാപിതാക്കന്മാരായിട്ട് കരുതിയിരുന്നുള്ളൂ. സഭ ഔദ്യോഗികമായി ഇവരെ പിതാക്കന്മാരായിട്ട് അംഗീകരിച്ചിരിക്കണം. പല ആളുകളും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ശിഷ്യന്മാരുടെ കാലഘട്ടം മുതൽ അപ്പസ്തോലിക കാലം മുതൽ ഈ 8-ാം നൂറ്റാണ്ട് വരെ സഭയിൽ വ്യത്യസ്തരായ ആളുകളുണ്ട്. പക്ഷേ എല്ലാവരെയും ഒന്നും സഭാപിതാക്കന്മാരായിട്ട് കരുതിയിരുന്നില്ല. അപ്പോൾ സഭയുടെ അംഗീകാരം വളരെ പ്രധാനപ്പെട്ടത്. നാലാമത്തേതും അവസാനത്തേതുമായ കാര്യമെന്ന് പറയുന്നത് പൗരാണികത്വമുള്ളവരായിരിക്കണം. അവർ തീർച്ചയായും പഴയ കാലഘട്ടത്തിൽ ഈ പൗരാണികത്വം എന്നത് ഈ 8-ാം നൂറ്റാണ്ടിന് മുൻപ് ജീവിച്ചവരല്ലെങ്കിൽ പാശ്ചാത്യ സഭയിൽ 7-ാം നൂറ്റാണ്ടിന് മുൻപ് ജീവിച്ചവരായിരിക്കണമെന്നുള്ളതും ഒരു സഭാപിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അവർക്കുള്ള ഈ പ്രധാനപ്പെട്ട ഘടകമെന്ന രീതിയിൽ അവരെ ഒരു പിതാവായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഈ 4 ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരിക്കണമെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പട്രോളജി എന്നുള്ള വിഷയം, സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ പട്രോളജി എന്നാണ് ഇതിന് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുക. അവിടെ ഇവരുടെ ഈ പിതാക്കന്മാരെക്കുറിച്ച് മാത്രമല്ല, ഈ സഭാപിതാക്കന്മാരെക്കുറിച്ച് മാത്രമല്ല നമ്മൾ പഠിക്കുക. ഈ വിഷയം പൊതുവായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ സഭാപിതാക്കന്മാരല്ലാത്ത ക്രൈസ്തവ സാഹിത്യകാരന്മാർ അവരുടെ ചില ആശയങ്ങൾ വരുന്നുണ്ട്. പട്രോളജിയിൽ ചിലപ്പോൾ പാഷണ്ഡതകളെക്കുറിച്ചും ശീഷ്മകളെക്കുറിച്ചുമൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. ആര്യൻ പാഷണ്ഡതയെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകാറുണ്ട്. അതിനെതിരെയുള്ള സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പിതാക്കന്മാരുടെ പഠനത്തോട് ചേർന്ന് പോകുന്ന മറ്റ് ദൈവശാസ്ത്രജ്ഞന്മാരുടെയും അല്ലെങ്കിൽ തെറ്റായ പഠനങ്ങളുമൊക്കെ ഈ വിഷയം പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്.
വീണ്ടും സഭാപിതാക്കന്മാരും മൽപ്പാന്മാരും എന്ന് പറയുന്ന രണ്ട് കൂട്ടം ആളുകൾ. സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ മൽപ്പാന്മാരാണ്. എന്നാൽ മൽപ്പാന്മാരെല്ലാവരും സഭാപിതാക്കന്മാരാകണമെന്നില്ല. കാരണം 8-ാം നൂറ്റാണ്ടിന് ശേഷവും സഭയിൽ മൽപ്പാന്മാരുണ്ടായിട്ടുണ്ട്, എന്നാൽ സഭാപിതാക്കന്മാരുണ്ടായിട്ടില്ല. മൽപ്പാൻ എന്ന് പറയുക ഔദ്യോഗികമായി പഠിപ്പിക്കാനുള്ള അധികാരം കിട്ടിയ വ്യക്തി എന്ന നിലയിലാണ് മൽപ്പാന്മാരെ സഭയിൽ ഉയർത്തിക്കാട്ടുക. ഈ ആധുനിക നൂറ്റാണ്ടിലും മൽപ്പാന്മാരെ സഭ നിയോഗിക്കുന്നുണ്ട്. സിറോ മലബാർ സഭയിൽ പുതിയ മൽപ്പാന്മാരെ, വെള്ളാനിക്കലച്ഛനെയൊക്കെ മൽപ്പാനായിട്ട് പ്രത്യേകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരും സഭാപിതാക്കന്മാരല്ല. അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിന് ശേഷം പല മൽപ്പാന്മാരും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. പിതാക്കന്മാരെല്ലാം മൽപ്പാന്മാരാണ്, പഠിപ്പിക്കാനുള്ള ഔദ്യോഗികമായ അധികാരം കിട്ടിയ വ്യക്തികൾ. ഇവർ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഗുരുക്കന്മാരായതുകൊണ്ടാണ് അവരെ പിതാക്കന്മാരെന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വീണ്ടും സഭാപിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ പൗരസ്ത്യ പാശ്ചാത്യ സഭാപിതാക്കന്മാരുണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം ഈ സഭാപിതാക്കന്മാരിൽ കുറേ ആളുകളെ വളരെ പ്രശസ്തരായിട്ട് കരുതിയിരുന്നു. എല്ലാ പിതാക്കന്മാർക്കും അത്രയേറെ പ്രശസ്തി ഉണ്ടായിരുന്നില്ല. ഈ സഭാപിതാക്കന്മാരിൽ പാശ്ചാത്യ ലോകത്ത് 4 സഭാപിതാക്കന്മാരും പൗരസ്ത്യ ലോകത്ത് 4 സഭാപിതാക്കന്മാരും അഗ്രഗണ്യന്മാരായിട്ട് കരുതിയിരുന്നു. അവരെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. 8 സഭാപിതാക്കന്മാർ പൊതുവിൽ പറയുമ്പോൾ പാശ്ചാത്യ സഭയിലെ പ്രശസ്തരായ വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്തീനോസ്, മഹാനായ ഗ്രിഹറി, ഈ 4 സഭാപിതാക്കന്മാർ പാശ്ചാത്യ ലോകത്തും, വിശുദ്ധ ബേസിൽ, വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, വിശുദ്ധ അത്തനാസിയസ്, ഈ 4 സഭാപിതാക്കന്മാർ പൗരസ്ത്യ ലോകത്തും പ്രശസ്തരായിരുന്ന 4 വ്യക്തികളാണ്. ഈ 8 പേരുടെയും പഠനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗോള സഭയിൽ മുഴുവൻ, അല്ലെങ്കിൽ ഈ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ പാശ്ചാത്യരും പൗരസ്ത്യരും അല്ലെങ്കിൽ സുറിയാനി സഭാപിതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുമ്പോൾ പോലും അവരുടെ പഠനങ്ങൾ ആഗോളസഭ സ്വീകരിച്ചിട്ടുള്ളതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ്, ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നതാണ്. ഈ 8 പിതാക്കന്മാരുടേത് ഒന്നുകൂടി വളരെ വിശാലമായി, അല്ലെങ്കിൽ ഇവർക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഭാചരിത്രകാരനായ എവസേബിയൂസ് 339 അദ്ദേഹം മരിച്ചു. ആദ്യമായി അദ്ദേഹം ഈ സഭാപിതാക്കന്മാരുടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപ് ജീവിച്ച, ക്രിസ്തുവിന് ശേഷം അപ്പസ്തോലന്മാരുടെ കാലത്തോടനുബന്ധിച്ച് അതേ തുടർന്ന് ജീവിച്ച സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെയും അല്ലെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പുസ്തക രൂപത്തിൽ ചരിത്രകാരനായ എവസേബിയൂസ് അത് എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹമാണത് ആരംഭിച്ചത്. അന്ന് വരെയുള്ള സഭാ സാഹിത്യകാരന്മാരുടെ കൃതികളിൽ നിന്നുള്ള ഉദ്ധരണികൾ, അവരുടെ വിശദ വിവരങ്ങൾ, കൃതികൾ എന്നിവ അദ്ദേഹത്തിൻ്റെ സംഭാവന, അദ്ദേഹത്തിൻ്റെ ഈ സഭാചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു ഹിസ്റ്ററി അദ്ദേഹം എഴുതിയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് എന്നെനിക്ക് തോന്നുകയാണ്. ദൈവശാസ്ത്ര സാഹിത്യ ചരിത്രം എഴുതിയത് പക്ഷേ ജെറോമാണ്. അതാണ് സഭ കൂടുതൽ അംഗീകരിച്ചത്. ഈ എവസേബിയൂസ് എഴുതിയെങ്കിലും AD 420 ജീവിച്ച ഒരു സഭാപിതാവ് തന്നെയായ വിശുദ്ധ ജെറോമിൻ്റെ ദൈവശാസ്ത്ര സാഹിത്യ ചരിത്രം അത് സഭ കൂടുതൽ അംഗീകരിച്ചു. ഈ സാഹിത്യ ചരിത്രത്തിൽ എവസേബിയൂസിൻ്റെ പുസ്തകത്തിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ സഭാപിതാവായ ജെറോം എടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 135 തലക്കെട്ടുകളിലായിട്ട് ജെറോമിൻ്റെ വിവരണം കൊടുത്തിരിക്കുകയാണ്. ഫിലോയുടെയും ജോസഫൂസ് തുടങ്ങിയ സാഹിത്യകാരന്മാർ, സെനേക്ക, ചില അബദ്ധ ഉപദേശകരുടെ കാര്യങ്ങൾ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ദൈവശാസ്ത്ര സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിലെ കൃതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആദ്യകാലത്തു തന്നെ ഇങ്ങനെയുള്ള എഴുത്ത് പുസ്തകങ്ങൾ എഴുതപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പട്രോളജിയുടെ വലിയ ഉറവിടമായ ജെറോമിൻ്റെ ഈ സഭാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഈ സാഹിത്യ ചരിത്രം 1000ഓളം വർഷം സഭയിൽ നിലനിന്നിരുന്നു, ഉപയോഗിക്കപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ട്
ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതോടൊപ്പം സഭാപിതാക്കന്മാരുടെ ഭാഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ ഗ്രീക്ക്, ലത്തീൻ ഭാഷകളുണ്ട്. എങ്കിലും ഗ്രീക്ക് ഭാഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഗ്രീക്കായിരുന്നു സഭയുടെ പ്രധാനപ്പെട്ട ഭാഷ. റോമൻ സാമ്രാജ്യത്തിലെ നഗരങ്ങളിലെല്ലാം ഗ്രീക്ക് ഭാഷ അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു. റോം, ഉത്തരാഫ്രിക്ക, ഗാള് എന്നിവിടങ്ങളിലെല്ലാം ഇതിന് ഒരു അപവാദമുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ പട്രോളജിയുടെ ഭാഷയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെ ഭാഷ കൂടുതൽ ഗ്രീക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് പാശ്ചാത്യ ലോകത്ത് ലത്തീൻ പ്രഗത്ഭര് കടന്നു വരികയും പൗരസ്ത്യ പ്രദേശങ്ങളിൽ സുറിയാനി, കോപ്റ്റിക്, അർമേനിയൻ എന്നീ ഭാഷകൾ ആദ്യം ഗ്രീക്കാണ് എല്ലായിടത്തും ഉപയോഗിക്കപ്പെട്ടിരുന്നത്. തുടർന്ന് 2-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം ലത്തീൻ ഭാഷയിലും, തുടർന്ന് അറമായ ഭാഷ അല്ലെങ്കിൽ സുറിയാനി, കോപ്റ്റിക്, അർമേനിയൻ ഭാഷകളൊക്കെ ഈ സഭാപിതാക്കന്മാരുടെ രചനയിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഗ്രീക്ക് ഭാഷ, അതോടൊപ്പം തന്നെ ലത്തീൻ ഭാഷയും ഉപയോഗിച്ചിരുന്നു സഭാപിതാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും തുടർന്ന് നമ്മൾ പറയുമ്പോൾ ഈ സഭാപിതാക്കന്മാർക്കുള്ള പ്രാധാന്യം എന്ത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് സഭയുടെ എല്ലാ പഠനങ്ങളിലും ഔദ്യോഗികമായി ദൈവശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർപ്പാപ്പമാർ അവരുടെ ചാക്രിക ലേഖനങ്ങളും, അല്ലെങ്കിൽ സഭയിലെ കൗൺസിലുകൾ അവയുടെ ഡോക്യുമെൻറ്റുകൾ, പ്രമാണരേഖകളൊക്കെ എഴുതിയുണ്ടാക്കുമ്പോൾ ഈ സഭാപിതാക്കന്മാരെ കോട്ട് ചെയ്യുകയും അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സഭാപിതാക്കന്മാർ സഭയുടെ ബലിഷ്ഠ സ്തംഭങ്ങളാണ് എന്ന് പറയാം. അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് എന്ന് പറയാം. ഒരു കെട്ടിടം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ബലവത്തായ ഈ കെട്ടിടം നിലനിൽക്കുന്നത് തൂണുകളിലാണ്. ഈ അടിസ്ഥാനമായ തൂണുകൾ എന്ന് വേണമെങ്കിൽ സഭാപിതാക്കന്മാരെ വിശേഷിപ്പിക്കാമെന്നതാണ്. സജീവമായ ഒരു ഉറവ പോലെ അതെന്നും ജീവനോടെ നിലനിൽക്കുന്നതാണ്. സജീവമായ ഉറവ നമുക്കറിയാം. ഉറവയിൽ നിന്നും എപ്പോഴും ഇങ്ങനെ ജലം ഒഴുകിക്കൊണ്ടിരിക്കും, നല്ല തെളിഞ്ഞ ജലം എന്ന് പറഞ്ഞതുപോലെ ഈ സഭാപിതാക്കന്മാരുടെ ആശയങ്ങൾ സഭയിൽ ഒരു സജീവ ഉറവ പോലെ നിലകൊള്ളുകയാണ്. ഇത് എന്നും സഭയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഉറവയിൽ നിന്നുള്ള ജലം കൊണ്ട് സഭയിലെ ദൈവശാസ്ത്ര വിഷയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ സഭയുടെ ദൈവശാസ്ത്ര ആശയങ്ങൾ പുതിയതായിട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിന് രൂപം കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ പഴയ ഈ പണിയോട്, ഈ സഭാപിതാക്കന്മാരുണ്ടാക്കിയ സൗധത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അതിന് ചേർന്ന രീതിയിൽ ഈ ദൈവശാസ്ത്ര ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. പുതിയ കല്ല് വയ്ക്കുന്നവർ ഈ പഴയതിനോട് ചേർന്ന് പോകുന്ന വിധത്തിൽ, അവർ പണിതതിനോട് ചേർന്ന് പോകുന്ന വിധത്തിൽ പണിയാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക, സഭാസൗധത്തിലെ ബലമേറിയ തൂണുകളാണ് സഭാപിതാക്കന്മാരെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. സഭാസൗധത്തിലെ ബലമേറിയ തൂണുകളാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പറഞ്ഞത്. അതോടൊപ്പം ആധുനിക സഭയുടെ ആരാധനാക്രമം, കാനൻ നിയമം, സന്യാസ പ്രസ്ഥാനം ആദിയായവയെക്കുറിച്ചെല്ലാം സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സഭയിലെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം സ്ഥലകാല സംസ്കാരങ്ങളുടെ കാര്യത്തിൽ കുറേയൊക്കെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ എല്ലാ സഭാപിതാക്കന്മാരുടെയും പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുക, സത്യവിശ്വാസ പ്രഘോഷണത്തിൽ സഭാപിതാക്കന്മാർ ഏക അഭിപ്രായക്കാരായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ പ്രബോധനം ഞങ്ങളുടെ ചിന്താസന്താനമൊന്നുമല്ല, പിന്നെയോ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ് എന്ന് കേസറിയായിലെ വിശുദ്ധ ബേസിൽ AD 379 അദ്ദേഹം മരിച്ചു. ഈ സഭാപിതാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ സ്വന്തമായിട്ട് ഞങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല, സഭാപിതാക്കന്മാരെ ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പിതാക്കന്മാർ പറഞ്ഞു വെച്ചതാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഇന്നും അനുസ്മരണീയമാണ്, അല്ലെങ്കിൽ ഇന്നും പ്രസക്തമാണ്. ഇതുതന്നെയാണ് സഭ ഇന്ന് പഠിപ്പിക്കുക.
ഞങ്ങൾക്ക് ഇന്ന് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പുതുതായിട്ടൊന്നുമല്ല. അത് വിശുദ്ധ ബൈബിളിലും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലുമൊക്കെ കണ്ട കാര്യങ്ങളുടെ വിശദീകരണവും അല്ലെങ്കിൽ വ്യാഖ്യാനവുമാണ് സഭ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാനായിട്ട് പറ്റും. വീണ്ടും ഈ സഭാപിതാക്കന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ 4-5 നൂറ്റാണ്ടുകളിലെ സഭാസംബന്ധമായ തർക്കങ്ങളിൽ പിതാക്കന്മാരിലേക്ക് തിരിയുകയും അവരുടെ പ്രബോധനങ്ങൾ ഇവയ്ക്കെല്ലാം ഉത്തരമായിട്ട് നൽകുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റും. സഭയിൽ പല ആശയങ്ങൾ, പല വ്യക്തികൾ വരുമ്പോൾ പല ആശയങ്ങൾ, അല്ലെങ്കിൽ ചില സഭയിലെ ചില വ്യക്തികൾ അല്ലെങ്കിൽ സഭാംഗങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങൾ, തെറ്റായ ആശയങ്ങൾ, പാഷണ്ഡതകളും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവയെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനും ശരിയായത് കാണിച്ചു കൊടുക്കുവാനും ഈ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളാണ് സഭ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുകയാണ്. സഭാപിതാക്കന്മാർ ഉജ്ജ്വല പ്രകാശം ലഭിച്ച ദൈവശാസ്ത്രജ്ഞന്മാരാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ അവർ സർവാത്മന ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അവർ ഉജ്ജ്വല പ്രകാശം ലഭിച്ച വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ. അവരുടെ പ്രാധാന്യം, അവരിൽ ഒത്തിരി നല്ല ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരാരെയും അവഗണിക്കാനായിട്ട് പറ്റുകയില്ല. അവരുടെ പഠനങ്ങൾ എന്നും പ്രസക്തമായി നിലനിൽക്കുന്നത്, സഭയുടെ അവസാനം വരെ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നതാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ സഭയുടെ ആശയത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുവാൻ ഈ സഭാപിതാക്കന്മാർ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളത് അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രാധാന്യത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം, ലിറ്റർജി, അജപാലന ജോലികൾ എന്നിവയിലെല്ലാം ഒന്നിച്ചു പോകുന്ന തലത്തിൽ ആണ് അവർ ആശയങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു സങ്കലനം, ഓരോന്നിനെയും വേറിട്ട് കാണാതെ ഒരുമിച്ച് കാണുന്നൊരു രീതി അവർക്കുണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട ഈ സഭാപിതാക്കന്മാരുടെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ച് ദൈവശാസ്ത്രം വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അവരുടെ എല്ലാ പഠനങ്ങളിലും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം, പല സഭാപിതാക്കന്മാരുടെയും പഠനങ്ങൾ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം പല വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പല പുസ്തകങ്ങളും അവരെടുത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തിയ രീതിയിൽ ഈ ആശയങ്ങൾ വളരെ വിശദമായി അവരെ കേൾക്കുന്ന ജനതയ്ക്ക് വിശദീകരിച്ച് കൊടുക്കാനായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവശാസ്ത്രം അവർ രൂപപ്പെടുത്തിയത് ഈ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിലൂടെയാണ് എന്നുള്ളത് വേറെ ഒന്നുമല്ല. അവർക്ക് വേറെ സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തതല്ല. അവരുടെ ആശയങ്ങളെന്ന് പറയുന്നത് എന്നും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ചപ്പോൾ അല്ലെങ്കിൽ പഠിപ്പിച്ചപ്പോൾ അതിന് വിശദീകരണങ്ങൾ, അതിനെ ഒന്നുകൂടി മറ്റ് ആളുകൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് അവരുടെ പഠനങ്ങൾ പൂർത്തിയായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന പ്രസ്തുത യാഥാർത്ഥ്യം സ്ലേഹന്മാരിൽ നിന്നും അവരുടെ പിൻഗാമികളിൽ നിന്നും പിതാക്കന്മാർ ഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതി അവർ ഉൾക്കൊണ്ടത് അപ്പസ്തോലന്മാരിൽ നിന്നും സ്ലേഹന്മാരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളായ ആദിമസഭയുടെ നേതാക്കന്മാരിൽ നിന്നാണ് ഈ ഒരു ആശയം അവർ ഉൾക്കൊണ്ടത്. ഇങ്ങനെ പഠിപ്പിക്കുവാനായിട്ട് അവർക്ക് ഈ ഒരു പഠനം കിട്ടിയത് അല്ലെങ്കിൽ ഈ ഒരു രീതി അവർ ഉൾക്കൊണ്ടത് ആദിമ സഭയിലെ സ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും ഒക്കെ പിന്തുടർച്ചയാണ്. അവർ ചെയ്ത രീതി അവർ അംഗീകരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ സഭാപിതാക്കന്മാരെക്കുറിച്ച് പൊതുവായ ചില ചിന്തകൾ, അവരുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാവുന്നതാണ്. സഭാപിതാക്കന്മാർ എന്നും സഭയുടെ അടിസ്ഥാനമായി, സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഭാഗമായിട്ട് അവരുടെ പഠനങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. അവയെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490
2344 2343 707. Email alfits@gmail.com. Website www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.